നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടം രാശി. ഇവിടെ 3 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായി നീണ്ടു പോകുന്നവരെ സംബന്ധിച്ചോളം അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്ന് നല്ലൊരു പ്രപ്പോസൽ വരാനും അത് കണ്ട് കാര്യങ്ങൾ ധാരണയോടുകൂടി അത് ഉറപ്പിച്ച് വിവാഹത്തിലേക്ക് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ബുധൻ്റെയും ശനിയുടെയും മൗഢ്യബന്ധനം തടസ്സം കാണുന്നവരെ സംബന്ധിച്ചോളം ഒത്തിരി ആലോചനകൾ വരും, പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. അതായത് കുറച്ച് നാൾ മുമ്പ് സ്വന്തക്കാരിൽ നിന്ന് ഒരു ആലോചന, അത് വേണമെങ്കിൽ നോക്കാം, നല്ലൊരു ബന്ധമാണ്, അതും സംസാരിച്ച് അനുകൂലമായി ഉറയ്ക്കുമെന്നുള്ള ഘട്ടമായിട്ട് അതും തെറ്റിപ്പോയി. അതല്ലാതെ നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയോ വന്നിട്ടുള്ള പ്രപ്പോസലുകൾ, അതും നല്ല രീതിയിൽ പൊരുത്തം ഉള്ളതുപോലും അവസാനം എന്തെങ്കിലും ചെറിയ കാരണങ്ങളാൽ തെറ്റിപ്പോവുക. ഇവിടെ നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ ഇതുമായിട്ട് ഒരുവിധം യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊരുത്തവും അടക്കവും ഒതുക്കവും സ്വഭാവം ശുദ്ധിയുള്ളൊരു ബന്ധം. ചെറുക്കൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സ്വഭാവശുദ്ധി, അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള തൊഴിൽ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള അടിസ്ഥാനം ഉള്ളൊരു ചെറുക്കൻ്റെ വീട്ടുകാരുടെ താല്പര്യവും ഗണിച്ചുകൊണ്ടുള്ള ബന്ധം. ഇത് പരസ്പരം വിശ്വാസത്തിൽ അധിഷ്ഠിതം മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പോകുന്ന പൊരുത്തമാണ് വേണ്ടുന്നത്. അത് ഉറയ്ക്കുമെന്നുള്ളതാണ് കാണുന്നത്, നടക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അപ്പം ഇത് ഇനിയും തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മി സ്വയംവര യന്ത്രം നമ്മുടെ ഗൃഹത്തിലോ പൂജാമുറിയിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ട ഉചിതമായിട്ടുള്ള സമയം 41 ദിവസം. ഈ 41 ദിവസത്തിനകത്ത് തന്നെ നമുക്കതിൽ അനുകൂല സ്ഥിതി തീരുമാനം ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈ വരുന്ന മാസങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിന് മുമ്പ് ഒരു ഒത്തുതീർപ്പിൽ ന്യായമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി അനുകൂലമാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഗൃഹത്തിനകത്ത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ലെവലിലുള്ള ഫാമിലിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും ബഡ്ജറ്റ് നിൽക്കാത്ത അവസ്ഥയാണ്. ഇവിടെ പണയം വെക്കുക, വീണ്ടും വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായില്ല. അധിക ചെലവുകളെന്ന് പറയാം. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഇതൊക്കെ അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരിയായിട്ടുള്ള പിക്ചർ നമുക്ക് മാത്രം ദൈവത്തിനും അറിയാമെന്നുള്ളത്. ഇവിടെ ലക്ഷ്മി സാന്നിധ്യം ഉറയ്ക്കണം. സാമ്പത്തികം വരുന്നു, അധിക ചെലവുകൾ മറുഭാഗത്തൂടെ, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും വേണം. എന്നാലേ ഈ ബഡ്ജറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് തുറക്കുന്ന വേളയിൽ ചെലവിൻ്റെ കാര്യം ഒന്നും പറയണ്ട, അതാണ് സത്യം. അതോടൊപ്പം ബിസിനസ് മേഖലയിൽ, വ്യാപാര മേഖലയിൽ, ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള കോട്ടങ്ങൾ വരാൻ, മന്ദഗതിയിലാകുക എന്ന് പറയും. ബിസിനസ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ അതുകൊണ്ട് മെച്ചവും ലാഭവും ഉണ്ടോ? ഇല്ല. നമ്മൾ മെനക്കെടുന്ന സമയത്തിനനുസരിച്ചുള്ള ഒരു ഗുണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളത് വിടുന്നെങ്കിൽ ചില ഭാഗത്തുനിന്ന് ഇത് ഏറ്റെടുക്കാനുള്ള ആൾക്കാരുടെ തള്ളുകൊണ്ട് ഇട്ടിട്ട് കളഞ്ഞിട്ട് പോണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകും. അതോടൊപ്പം സർവീസ് മേഖലയിൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവുണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് കർക്കിടകം വരെ ശ്രദ്ധിക്കണം.
സർവീസ് മേഖലയിലെന്ന് പറയുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ ഇത് ബാധകമാണ്. അപ്പോയിൻമെൻറ്റ് കിട്ടി കാര്യങ്ങൾ സംസാരിച്ച് ധാരണയായി ചെക്ക് എഴുതാൻ പോകുമ്പോഴത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ ബ്ലോക്ക്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അപ്പം ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് വിജയിച്ചേ പറ്റും. അശ്വാരൂഢ കവചിത മുദ്ര ഈ സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അശ്വാരൂഢ കവചിത യന്ത്രം നമ്മുടെ പേഴ്സിലോ വാഹനത്തിലോ ഡാഷിലോ വച്ചിരുന്നാൽ നല്ല രീതിയിൽ പോസിറ്റീവ് ഫലം നമുക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി. പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അത് അഡ്വക്കേറ്റ്സ് ഫീൽഡിലായിരുന്നാലും മെഡിക്കൽ ഡോക്ടേഴ്സ് ആ തരത്തിൽ ഫീൽഡിലായിരുന്നാലും എഞ്ചിനീയറിങ്, ചാർട്ടേഡ് അക്കൗണ്ട്, ഈ തരത്തിലുള്ള പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതോടൊപ്പം 1-2 പാർട്ട് ടൈം വർക്കും കൂടെ നമ്മൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തേണ്ട ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സമയവും അതിനുള്ള കാര്യങ്ങളും നമ്മളും കൂടി ഉത്സാഹിച്ച് കൊണ്ടുപോയാൽ ജീവിതത്തിൽ അത് ഒരു പ്ലസ് പോയിന്റിലേക്ക് വരും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ മെയിൻ്റനൻസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ബാങ്ക് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ തടസ്സം മാറി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അനുകൂലം ഉണ്ടാകാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. വിഘ്നേശ്വരന് കറുകമാല 3 വ്യാഴാഴ്ച ചാർത്തി വിഘ്നങ്ങൾ മാറാൻ പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പുണർദത്തിൽ കാൽ, പൂയം, ആയില്യം, കർക്കടക രാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 9th ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം പലതരത്തിലുള്ള കൺഫ്യൂഷനും ടെൻഷനും വരുന്ന സമയമാണ്. ചില ഫ്രണ്ട് പറയും ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, ജർമ്മനി പോകുന്നു, UK പോകുന്നു, ഈ തരത്തിൽ പ്ലാൻ ചെയ്ത് നീയും കൂടെ വാ, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടൊരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഡ്രീം നമുക്കുണ്ടായി പറ്റും. ഏതെങ്കിലും 1-2 വിഷയത്തിനോ പേപ്പറിനോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ പറ്റും, അരിയർ വരാതെ കവർ ചെയ്യാൻ പറ്റും. ഇവിടെ പല കാര്യങ്ങളിലും നമ്മളിൽ ഉണ്ടായിരിക്കുന്ന അലസത അല്ലെങ്കിൽ മന്ദത നമ്മളായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റും. ചിലർക്ക് എപ്പോഴും പടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല. മുടി സ്പൈക്ക് ചെയ്യണമെന്ന് ആൺകുട്ടികളെ സംബന്ധിച്ചോളം തോന്നും. ജിമ്മിൽ പോയോ, കരോട്ടയിൽ പോയോ, ബൈക്ക് എടുക്കാറായോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാൻ സമയമില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ, വണ്ണം വയ്ക്കൂ എന്നുള്ള പേടി. മുടി കൊഴിഞ്ഞാൽ സങ്കടം, ഏതെങ്കിലും ഒരു ഫ്രണ്ട് മിണ്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വാടിയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ നമുക്ക് താല്പര്യവും ഉത്സാഹവും ഉള്ളതുപോലെ തന്നെ നമ്മുടെ പഠന കാര്യത്തിന് ഒരു വ്യവസ്ഥ ഉണ്ടാകണം, സിസ്റ്റമാറ്റിക് ഉണ്ടാകണം. അത് ഓരോ ആഴ്ചയും നമ്മൾ ആ സിസ്റ്റത്തിൽ കൂടി കടന്നു പോയിട്ട് റീവൈൻഡ് ചെയ്യണം, റീസെറ്റപ്പ് ചെയ്യണം. ഏതാണ് എവിടെയാണ് ശരിയാക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു ഹോംവർക്ക് തനിയെ ചെയ്തേ പറ്റും. അതാണ് യാഥാർത്ഥ്യം. ശ്രീവിദ്യാ രാജരാജേശ്വരി യന്ത്രം നമുക്കിവിടെ തുണയാകും എന്നുള്ളതാണ്. ദേഹരക്ഷയായിട്ട് ധരിക്കണം. വിദ്യാ രാജരാജേശ്വരി കവചിത മന്ത്രം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് ചലഞ്ചസ് വരുന്ന മാസങ്ങളാണ്. നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള ഒരു പ്രതിഫലം ഉണ്ടാകുന്നില്ല, അംഗീകാരം തരുന്നില്ല. നമ്മളെക്കാട്ടിയും കഴിവില്ലാത്തവരെ, നമ്മളെ താഴെ ഉള്ളവരെ നമ്മളെ മുമ്പ് കൊണ്ടിരുത്തി നമ്മളെ ചവിട്ടി തേക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ചില കോക്കസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകണമെന്ന് വരെ തോന്നിപ്പോകും. പക്ഷേ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി ഈ കാര്യങ്ങളുടെ ഗതിവിഗതി മാറും എന്നുള്ള യാതൊരു സംശയമില്ല. ന്യായമായിട്ടുള്ള രീതിയിൽ പ്രമോഷനും സാമ്പത്തിക മെച്ചവും ഉണ്ടാകാനും ഷഫ്ലിങ്ങിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനും, അത് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം
പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഇവിടെ മഹാസുദർശന യന്ത്രം നമ്മുടെ മനസ്സിനെ ശരീരത്തിനെ എനർജി കൊടുക്കുന്നത്. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് നമുക്ക് കൂടെ ഉണ്ടായിരുന്നാൽ വളരെയധികം അത് പ്രയോജനം ചെയ്യും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോര പ്രധാനപ്പെട്ട യാത്രാ സമയത്ത് നോക്കുന്നത് ഉചിതമാണ്. പോകുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ വിജയിക്കും. ഇവിടെയും കുടുംബ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പങ്ക് സമർപ്പിച്ച് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. എന്നെ മറന്നു എന്നുള്ള ശാപദോഷം വരാൻ പാടില്ല. കുടുംബ പിതൃക്കൾക്ക്, പൂർവീയ പിതൃക്കൾക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മധർമ്മ ദാനയോഗ പ്രായശ്ചിത്തം അത് മുടങ്ങാതെ നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ പിതൃകോപവും നമുക്ക് വരും. ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ത്രിശുദ്ധി ഉപചാരക്രിയ ചെയ്യുന്നത് ഉചിതമാണ്. മുമ്പെപ്പോഴോ വന്നു കയറിയ പാമ്പിനെ തല്ലിക്കൊന്ന ദോഷം അത് പുറത്തുള്ളവർ ചെയ്താലും നമ്മളുടെ സ്ഥലത്ത് വന്നതുകൊണ്ട് നമുക്കും ആ നാഗശാപം വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കിയെടുക്കണം. രണ്ടാമത് വീഴ്ചകൾ, അത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുള്ള വീഴ്ചകൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് ഉദരസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, രോഗങ്ങൾ, പ്രത്യേകിച്ച് 44 വയസ്സ് കഴിഞ്ഞ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരോ തരത്തിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ, തൈറോയിഡിൻ്റെയോ ബ്ലീഡിങ്ങിൻ്റെയോ സിസ്റ്റിൻ്റെയോ ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു. ഇവിടെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശുക്രൻ്റെ ബുധൻ്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് പോകുന്ന കാര്യങ്ങൾ വിജയിക്കാൻ അനുകൂലം തന്നെയാണ്. കന്നിരാശിക്കാർക്ക് പൊതുവെ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും മുടങ്ങാതെ ചെയ്യുന്നത് അവരവരുടെ നാളിൽ ഉചിതമായിട്ടുള്ള ഫലം, അനുഗ്രഹം ഉണ്ടാകും. വിശാഖത്തിക്കാൽ ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. ഇവിടെ ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വിരോധികൾ, ശത്രുദോഷങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കുടുംബപരമായിട്ടുള്ള രീതിയിലും പേഴ്സണലായിട്ടുള്ള രീതിയിലും നമ്മളെ ബാധിക്കും. വളരെ ആത്മാർത്ഥതയും സ്നേഹമുള്ള വിശ്വാസമുള്ള ചില ബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആകും. അഫെയർ ആയിരുന്നാലും ഫ്രണ്ട്ഷിപ്പായിരുന്നാലും ചിലപ്പോൾ മെസ്സേജിന് പോലും മറുപടി ഇല്ലാതെ ബ്ലോക്കായിപ്പോവും. നമ്മളാകെ ദുഃഖിച്ച് നമ്മുടെ പൊതു കാര്യങ്ങളിൽ, നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് വരും. ഇതുകൊണ്ട് നഷ്ടം നമുക്കാണ്. മനസ്സിനൊരു സ്വസ്ഥത, ഉറക്കം വരില്ല, ഭക്ഷണം വേണ്ടായിക, വെറുപ്പ്, ദേഷ്യം എല്ലാത്തിനോടും അതുണ്ടാകും. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് വന്നേ പറ്റൂ. നമ്മുടെ സ്വന്തം കാര്യം. ഇവിടെ ശാസ്താവിന് അയ്യപ്പസ്വാമിക്ക് 8 ശനിയാഴ്ച നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. എള്ളുകിഴി നീരാഞ്ജനം. ആ ശനി രാഹു ബന്ധന ദോഷങ്ങൾ മാറി ഇപ്പോഴുണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും തെറ്റിദ്ധാരണ നീക്കി പ്രത്യേകിച്ച് പഴയ ഫ്രണ്ട്ഷിപ്പ് വീണ്ടെടുക്കാനും അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ഉണ്ടാകാനും സഹായിക്കും. അഷ്ടനീരാഞ്ജനം 8 ശനിയാഴ്ച. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള നല്ല പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. വീട് വയ്ക്കാനോ
അല്ലെങ്കിൽ വീട് വെച്ചത് വാങ്ങാനോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ആ തരത്തിൽ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉചിതമായിട്ടുള്ള ദൈവാധീനം കാണുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള സാമ്പത്തിക കാര്യങ്ങൾ, വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നേടി നമുക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും പറ്റും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഉറച്ച തീരുമാനം വേണം എന്നുള്ളതാണ് സത്യം. ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണയും വാശിയും വൈരാഗ്യവും ഉള്ള കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഗൃഹത്തിൽ ഐക്യമത്യ സൂക്ത ഉപചാര പൂജ ചെയ്ത് അമൃത തൃശൂലിനി കവചിത മന്ത്രം കലശത്തിലാക്കി കന്നിരാശിയിൽ സ്ഥാപിച്ച് വാസ്തുപൂജയും കൂടി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അല്ലെങ്കിൽ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഈ ഗൃഹാന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ് പൂർണ്ണമായിട്ടും മാറും. പഞ്ചശിരസ് സ്ഥാപിക്കുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാനും സ്ഥാനം നഷ്ടപ്പെടാനും രാഷ്ട്രീയ ഫീൽഡിൽ പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ അവസാനം കാല് മാറുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ വീഴ്ച ഉണ്ടാകുന്നത് നമുക്കാണ്. വളരെ ജാഗ്രത കരുതൽ വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ലീഗലായിട്ട് ചില പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരെ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പുറമേക്കൊരു വക്കീൽ കൂടാതെ ഉള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. കാരണം കൂടുതൽ വ്യവഹാരം നടത്തി സമയവും സാമ്പത്തികവും നഷ്ടപ്പെടുന്നതിനെക്കാട്ടിയും ഉചിതം ചില വീട്ടുവീഴ്ചയും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഉത്തമം. വ്യവഹാര സംബന്ധമായിട്ടുള്ള കുടുംബ കോടതിയിൽ, ഫാമിലി കോർട്ടിൽ നടക്കുന്ന വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യത്തിലും കുറച്ച് വീട്ടുവീഴ്ച, സാമ്പത്തികം, സ്വർണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ശിഷ്ട ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി, സന്തോഷമുണ്ടായി മുന്നോട്ട് പോകാൻ പറ്റും. തർക്കം, വാശി, വൈരാഗ്യം ഇത് മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണെങ്കിലും പല കാര്യങ്ങളും അതിനപ്പുറം ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇവിടെ വീട്ടുവീഴ്ചയും നമ്മുടെ തന്നെ ആവശ്യമാണ്. നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങണം. ഉത്രാടത്തി മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റിയ സമയമാണ്. അതോടൊപ്പം ഷെയർ മാർക്കറ്റ്, കൺസൾട്ടിംഗ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാനും ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന മേഖലയും കൂടിയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 2-3 നല്ല ഇടപാടുകൾ നടക്കാനും അതനുസരിച്ച് നേട്ടങ്ങൾ കൊയ്തെടുക്കാനും പറ്റിയ സമയം തന്നെയാണ്. ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലിയായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും 1-2 നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതനുസരിച്ച് മെച്ചമുണ്ടാകാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും തിരുവാതിര, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർ പാർട്ട്ണറായിട്ടുണ്ടെങ്കിൽ അത് ദൈവാധീനം കൂടി നോക്കി ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ച് ഉണ്ടാക്കും, നേട്ടം ഉണ്ടാക്കും. അവിട്ടത്തര, ചതയം, പൊരുരുട്ടാതി, മുക്കാൽ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടിരിക്കും. നിയന്ത്രിക്കുക, ഒരു സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. കലാപരമായിട്ടുള്ള ഫീൽഡിൽ, സീരിയൽ മേഖലയിൽ, സിനിമയിൽ മേഖലയിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ആർട്ടിസ്റ്റ് ആയിരുന്നാലും വേറെ ഏത് മേഖലയിൽ നിന്ന് നല്ല 2-3 ഓപ്പർച്യൂണിറ്റി വരാനും വ്യക്തിപരമായിട്ട് നമ്മളുടെ കഴിവ് ഉറപ്പിക്കാനും മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. എക്സാം ടൈമിൽ ടെൻഷൻ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് +2 തലം മുതൽ മുകളിലോട്ട് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു ഉറച്ച മനസ്സും ധൈര്യം ഉണ്ടാകണം. ഇവിടെയും ശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക് അഷ്ടനീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് നല്ല മാറ്റവും ഈശ്വരാധീനം നമുക്ക് പ്രദാനം ചെയ്യും. പുരുരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി
ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള മാറ്റം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് അനുകൂലമായിട്ടുള്ള മാറ്റം നമുക്ക് നേടിയെടുക്കാൻ ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നത്, അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും വിസിറ്റിംഗ് എടുത്ത് പോയി കാര്യങ്ങൾ നേടുന്നതിനായിരുന്നാലും അനുകൂല സമയം തന്നെയാണ്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം. പലതരത്തിലുള്ള ദോഷങ്ങൾ കർക്കിടക മാസം വരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കാലഘട്ടമാണ്. ഇവിടെ ശിവക്ഷേത്രത്തിൽ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ദൈവാധീനം തുണയാകാൻ കാരണമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ചില ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചില അപവാദങ്ങൾ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരുന്ന സാഹചര്യം ഉണ്ടായിക്കൂടായില്ല. മനസ്സോ വാചോ കാലങ്ങൾ ചിന്തിക്കാത്ത ചില പ്രശ്നങ്ങളിൽ നമ്മളിൽ ആരോപിച്ച് അപവാദം ഉണ്ടാക്കുക എന്നുള്ള ചില ശത്രുക്കളുടെ അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധികളുടെ സ്വാർത്ഥ താല്പര്യം, അതിൽ നമ്മൾ ബലിയാടാകാൻ വീണ്ടും വരാനും സാധ്യത കൂടുതലാണ്. ശ്രദ്ധ വേണം. ഇവിടെയും ഈശ്വരാധീനത്തിന് രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ 7 ചൊവ്വാഴ്ച ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ വക നെഗറ്റീവുകൾ നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായകരമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച.